ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു പുതിയ ഫോർമാറ്റിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഷെഡ്യൂൾ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ട്രാൻസാക്ഷൻ. എന്താണ് ഷെഡ്യൂൾ? ഷെഡ്യൂൾ ഈസ് ആൻ ഓർഡറിംഗ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻ. അതാണ് ഷെഡ്യൂൾ. അങ്ങനെ ഓർഡറിംഗ് ആവുമ്പോൾ അതിനൊരു കണ്ടീഷൻ പറഞ്ഞു. രണ്ട് ട്രാൻസാക്ഷൻസിലെ ഓപ്പറേഷൻസ് തമ്മിൽ ഇന്റർലീവ് ചെയ്ത് വരാം. അതേസമയം ഒരേ ട്രാൻസാക്ഷനിലെ എല്ലാ ഓപ്പറേഷനിലും സെയിം ഓർഡറിൽ മാത്രമേ പാടുള്ളൂ. അതാണ് ഇവിടെ ഒന്നുകൂടി ഫോർമലി പറയണം. ഓപ്പറേഷൻസ് ഓഫ് ടി ഐ, സെയിം ട്രാൻസാക്ഷൻ, ടി ഐയിൽ ഉള്ള ഓപ്പറേഷൻസ് സെയിം ഓർഡറിൽ തന്നെ വരണം. വേറാസ് ഓപ്പറേഷൻസ് ഇൻ അതർ ട്രാൻസാക്ഷൻ ക്യാൻ ബി ഇന്റർലീവ്ഡ്. ഓക്കെ, ഓപ്പറേഷൻസ് ഇൻ അതർ ട്രാൻസാക്ഷൻ ക്യാൻ ബി ഇന്റർലീവ്ഡ്. ഇനി അടുത്തത് കംപ്ലീറ്റ് ഷെഡ്യൂൾ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുമ്പോൾ ഞാൻ വിട്ടുപോയതാണ്. കംപ്ലീറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വെൻ ലാസ്റ്റ് ഓപ്പറേഷൻ ഓഫ് എവരി ട്രാൻസാക്ഷൻ ഈസ് അബോർട്ട് ഓർ കമ്മിറ്റ്. അബോർട്ട് അല്ലെങ്കിൽ കമ്മിറ്റ് ആയിരിക്കും എല്ലാ ട്രാൻസാക്ഷൻ്റെയും ലാസ്റ്റ് സ്റ്റേറ്റ്. ഇഫ് ഇറ്റ് ഈസ് കമ്മിറ്റ്, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് അബോർട്ട്, ട്രാൻസാക്ഷൻ ഫെയിൽ ആയിരിക്കും. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ ഷെഡ്യൂളിൽ ഉണ്ടാവും ട്രാൻസാക്ഷനാണ്. ട്രാൻസാക്ഷൻസിൽ ഉണ്ടാവുക പോസിബിൾ ഓപ്പറേഷൻസ് റീഡ്, റൈറ്റ്, അബോർട്ട്, കമ്മിറ്റ്, RWAC. അപ്പോൾ അബോർട്ട് ആൻഡ് കമ്മിറ്റ് ആണ് ലാസ്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷന്റെ ഫൈനൽ സ്റ്റേറ്റ് വരെ ആ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ ട്രാൻസാക്ഷൻ്റെയും. അപ്പോൾ അത് അങ്ങനെയുള്ള ഷെഡ്യൂൾസിനെ കംപ്ലീറ്റ് ഷെഡ്യൂൾ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾസ് കണ്ടു. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് റിക്കവറബിൾ ഷെഡ്യൂൾ ആൻഡ് നോൺ റിക്കവറബിൾ ഷെഡ്യൂൾ. എന്താണ് റിക്കവറബിൾ ഷെഡ്യൂൾ? റിക്കവറബിൾ ഷെഡ്യൂൾ ആണെങ്കിൽ there is no need of rolling back any of committed transaction. കമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും റോൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൽ ഈ സ്ലൈഡിൽ നോക്കിയാൽ നമ്മൾ വേറൊരു സെന്റൻസിലാണ് എഴുതിയത്. അത് ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് no transaction T in S commits until all transaction T dash that have written an item that T reads have committed. അതായത് ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇതിനു മുമ്പ് ഏത് ട്രാൻസാക്ഷൻ ആണോ ഒരു ഐറ്റം റൈറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നാണ് ഈ ട്രാൻസാക്ഷൻ റീഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ട്രാൻസാക്ഷൻ റീഡ് ചെയ്യണമെങ്കിൽ ഏത് റൈറ്റ് ചെയ്തതാണോ നമ്മൾ റീഡ് ചെയ്തത് അത് കമ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കമ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതന്നെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ there is no need of rolling back any of the committed transaction. അതാണ് റിക്കവറബിൾ ഷെഡ്യൂൾ. നോൺ റിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് ട്രാൻസാക്ഷനെ റോൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ അത് ഡാറ്റാബേസിനെ ഒരു ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ നോൺ റിക്കവറബിൾ ഷെഡ്യൂൾ പാടില്ല. അടുത്ത് നമ്മൾ പറഞ്ഞ കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. ഇപ്പൊ റിക്കവറബിൾ ഷെഡ്യൂൾ ആയാലും അതിൽ വേറൊരു ഇഷ്യൂ വരാം. ഒരെണ്ണം ഫെയിൽ ആയതുകൊണ്ട് കുറെ ട്രാൻസാക്ഷൻസ് റോൾ ബാക്ക് ചെയ്ത് പോകേണ്ടി വരുന്ന ആവശ്യമില്ല. കാരണം ഒന്നാമത്തെ റൈറ്റ് ചെയ്താണ് രണ്ടാമത്തെ റൈറ്റ് ചെയ്ത്, രണ്ടാമത്തെ റൈറ്റ് ചെയ്താണ് മൂന്നാമത്തെ റൈറ്റ് ചെയ്ത്, ലാസ്റ്റ് ഒന്നാമത്തെ ഫെയിൽ ആകുമ്പോൾ രണ്ടും മൂന്നും എല്ലാം റോൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യം. അതാണ് കാസ്കേഡിങ് അബോർട്ട്. അപ്പൊ അതിനെ ഒഴിവാക്കുന്നതാണ് കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. അപ്പൊ അതിനെ ഒഴിവാക്കാൻ എന്ത് വേണം? കമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റൈറ്റ് ചെയ്ത വാല്യൂ മാത്രം റീഡ് ചെയ്യുക. വൺസ് വേർ every transaction reads only items written by committed transaction. നമ്മൾ റോൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യം കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഡെർട്ടി റീഡ് നടത്തി, അതാണ് റോൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള മാത്രം റീഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ കാസ്കേഡിങ് അബോർട്ടിനുള്ള ആവശ്യം വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഷെഡ്യൂളിനെ കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ എന്ന് പറയും, അല്ലെങ്കിൽ അവോയ്ഡിങ് കാസ്കേഡിങ് അബോർട്ട് എന്നും പറയും. ഓക്കെ, ഇതാണ് കാസ്കേഡഡ് റോൾ ബാക്ക്, എ ഷെഡ്യൂൾ ഇൻ വിച്ച് അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷൻ റീഡ് ആൻ ഐറ്റം ഫ്രം എ ഫെയിൽഡ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റോൾഡ് ബാക്ക്.
അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കാസ്കേഡ് റോൾ ബാക്ക്. അടുത്തത് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. അത് കാസ്കേഡ്ലെസ് ഷെഡ്യൂളിനേക്കാൾ കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആയിട്ടുള്ളതാണ്. അവിടെ എന്തായിരുന്നു, റീഡ് ചെയ്യണമെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിലും ഇതിനു മുമ്പ് ആ ഐറ്റം റൈറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ഏതാണോ അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിക്കവറബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾസിന് റിക്കവറബിൾ ഷെഡ്യൂളും നോൺ റിക്കവറബിൾ ഷെഡ്യൂളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെയുള്ള റിക്കവറബിൾ ഷെഡ്യൂൾസ്, അപ്പോൾ ഈ പാർട്ടിലായിരിക്കും നോൺ റിക്കവറബിൾ ഷെഡ്യൂൾസ് വരിക. ഷെഡ്യൂൾസിൽ നോൺ റിക്കവറബിൾ ഷെഡ്യൂൾസ് ഈ പാർട്ടല്ല, കാരണം അതിന്റെ സബ്സെറ്റ് അല്ല റിക്കവറബിൾ. ഷെഡ്യൂൾസിൽ നമുക്ക് റിക്കവറബിൾ ഷെഡ്യൂൾ ഉണ്ട്, അല്ലാത്ത ഷെഡ്യൂൾസ് എല്ലാം നോൺ റിക്കവറബിൾ. റിക്കവറബിളും നോൺ റിക്കവറബിളും ഇന്റർസെക്ഷൻ ഉണ്ടാവില്ല, അതിന്റെ സെറ്റുകളായിരിക്കും. ഇവിടെ ഞാനത് കാണിച്ചിട്ടില്ല, നോൺ റിക്കവറബിൾ. അപ്പൊ നമ്മളിവിടെ റിക്കവറബിലിറ്റി ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ആണ്. ഈ റിക്കവറബിൾ ഷെഡ്യൂൾസിലും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് കാസ്കേഡിങ് അബോർട്ട്. അത് ഒഴിവാക്കാവുന്ന ഷെഡ്യൂളുകളാണ് കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. അപ്പൊ ഇത്രയും ഭാഗം കാസ്കേഡ്ലെസ് ആയിരിക്കും. ബാക്കിയുള്ള ഈ റിക്കവറബിൾ ഷെഡ്യൂൾസ് ഒക്കെ കാസ്കേഡിങ് അബോർട്ട് ഉള്ളതായിരിക്കും. കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ ആകുമ്പോൾ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ മാത്രമാണ് കമ്മിറ്റഡ് വാല്യൂ ആണോ നോക്കുന്നുള്ളൂ. അപ്പോ അതിന്റെ അടുത്ത സ്ട്രിക്റ്റർ വെർഷൻ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ, അവിടെ റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും കമ്മിറ്റഡ് വാല്യൂ ആണോ, പ്രീവിയസ്ലി കമ്മിറ്റഡ് റിട്ടേൺ വാല്യൂ ആണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അത് മോർ സ്ട്രിക്റ്റർ ആണ്. അപ്പൊ നമ്മളൊരു സെറ്റ് നൊട്ടേഷനിൽ വന്നാൽ റിക്കവറബിൾ ഷെഡ്യൂൾസിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. കാസ്കേഡ്ലെസ് ഷെഡ്യൂളിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഓക്കെ, ഈ ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തത് സീരിയൽ ഷെഡ്യൂൾ. ഇവിടെ നമ്മൾ രണ്ട് ഷെഡ്യൂൾസ് ആണുള്ളത്. ഷെഡ്യൂൾ എ ലെഫ്റ്റ് സൈഡിൽ, ഷെഡ്യൂൾ ബി റൈറ്റ് സൈഡിൽ. ഓക്കെ, ഈ ഷെഡ്യൂൾ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? ഇവിടെ ഈ രണ്ട് ഷെഡ്യൂളിലും T1 T2 എന്ന് പറഞ്ഞ രണ്ട് ട്രാൻസാക്ഷൻസ് ആണുള്ളത്. T1 T2. ബി ഷെഡ്യൂളിലും T1 T2. ബട്ട് ഇതിലെ ഓപ്പറേഷൻസ് നമ്മൾ കഴിഞ്ഞ രണ്ട് ഷെഡ്യൂളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഷെഡ്യൂളിലുള്ള ഓപ്പറേഷൻസിന് ഒരു പ്രത്യേകത കാണാൻ പറ്റും. എന്താണ്? T1 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് T2 ഒരു ഇൻസ്ട്രക്ഷൻ പോലും, ഒരു ഓപ്പറേഷൻ പോലും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ഷെഡ്യൂൾ എയില്. T1 കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് T2 എല്ലാ ഓപ്പറേഷൻസും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ഷെഡ്യൂൾ ബിയിലോ അതിന്റെ തിരിച്ചാണ്. T2 എക്സിക്യൂട്ട് ആണ് ആദ്യം ചെയ്യുന്നത്. T2 മൂന്ന് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ആ മൂന്ന് ഓപ്പറേഷൻസും മൂന്ന് ഇൻസ്ട്രക്ഷൻസും കഴിഞ്ഞതിന് ശേഷമാണ് T1 ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷനിലെ എല്ലാ ഓപ്പറേഷൻസും കോൺസിക്യൂട്ടീവ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ഷെഡ്യൂള് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഷെഡ്യൂളിലെല്ലാം രണ്ട് ട്രാൻസാക്ഷനിലെ ഓപ്പറേഷൻസ് ഇന്റർലീവ് ചെയ്ത് വരികയായിരുന്നു, മിക്സപ്പ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ ഇവിടെ മിക്സപ്പ് ചെയ്ത് വരുന്നില്ല, ഇതൊരു ഷെഡ്യൂൾ തന്നെയാണ്. നമ്മൾ രണ്ട് സബ്ജക്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സബ്ജക്റ്റ് എടുക്കുന്നത്. അങ്ങനെ. പക്ഷെ സാധാരണ നമുക്ക് അങ്ങനെയല്ല, ഒരു സബ്ജക്റ്റിന്റെ കുറച്ച് ടോപ്പിക്സ് എടുത്തു കഴിയുമ്പോൾ അടുത്ത അവറിൽ വേറൊരു സബ്ജക്റ്റിന്റെ കുറച്ച് ടോപ്പിക്സ്, അങ്ങനെയാണ് നമ്മൾ സാധാരണ കൂടുതൽ ഷെഡ്യൂൾസും വരിക. റിയൽ ടൈമിൽ വരുമ്പോൾ സീരിയൽ ഷെഡ്യൂൾസ് നോർമലി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സീരിയൽ ഷെഡ്യൂൾ. അപ്പോൾ ഓൾ ഓപ്പറേഷൻസ് ഇൻ എവരി ട്രാൻസാക്ഷൻ ആർ എക്സിക്യൂട്ടഡ് കോൺസിക്യൂട്ടീവ്ലി. ഇതാണ് ഒരു പ്രധാന പോയിന്റ്. ഓൾ ഓപ്പറേഷൻസ് ഇൻ every transactions are executed consecutively and one transaction at a time. അപ്പൊ എല്ലാ ഓപ്പറേഷൻസും, ഒരു ട്രാൻസാക്ഷൻ എടുത്ത എല്ലാ ഓപ്പറേഷൻസും കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. ഓരോ ട്രാൻസാക്ഷനാണ് അറ്റ് എ ടൈം. അപ്പൊ ഒരെണ്ണം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ സീരിയൽ ഷെഡ്യൂളിന്റെ ഗുണം എന്താ? സീരിയൽ ഷെഡ്യൂളിന്റെ ഗുണം എന്താണ്? സീരിയൽ ഷെഡ്യൂൾ ആകുമ്പോൾ എന്തായാലും അതില് ഒരു ഇൻകൺസിസ്റ്റൻസിക്ക് ചാൻസ് ഇല്ല. കാരണം രണ്ടെണ്ണം ഇന്റർലീവ് ചെയ്ത് വരുമ്പോഴാണ് ഇഷ്യൂസ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു കൺകറന്റ്. ഇവിടെ നമ്മൾ കൺകറന്റ് എക്സിക്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരെണ്ണം കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കൺകറന്റ് എക്സിക്യൂഷൻ വരുന്നില്ല. കൺകറൻസി ആസ് ഇന്റർലീവും വരുന്നില്ല, കൺകറൻസി ആസ് പാരലൽ പ്രോസസ്സിങ്ങും. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു കൺകറന്റ് ട്രാൻസാക്ഷൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അല്ലെങ്കിൽ കൺകറൻസി, ഹൗ കൺകറൻസി ക്യാൻ ബി അച്ചീവ്ഡ്.
concurrency as interleaving or concurrency as parallel processing based on single processor or parallel processor. ഓക്കെ, അപ്പൊ ഇവിടെ അത് വരുന്നില്ല. അപ്പൊ ഇതാണ് സീരിയൽ ഷെഡ്യൂൾ. അപ്പൊ സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിൽ എന്തായാലും റിസൾട്ട് ഒരു കറക്റ്റ് റിസൾട്ട് ആയിരിക്കും. കാരണം കറക്റ്റ് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യണേ. ഇതിൽ ഡർട്ടി റീഡോ ലോസ്റ്റ് അപ്ഡേറ്റോ ഒന്നും വരില്ല. കാരണം ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയാലേ അടുത്തത്, അപ്പൊ കമ്മിറ്റ് അബോർട്ട് ആയാലും അത് കഴിഞ്ഞിട്ടേ അടുത്തത് വരുള്ളൂ. അപ്പൊ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന റിസൾട്ടുകളായിരിക്കും സീരിയൽ ഷെഡ്യൂളിന് ഉണ്ടാവുക. അപ്പോൾ സീരിയൽ അല്ലാത്ത ഷെഡ്യൂളുകളെ ഇപ്പൊ എന്ത് പറയാം? സീരിയൽ അല്ലാത്ത ഷെഡ്യൂളുകൾ നോൺ സീരിയൽ ഷെഡ്യൂൾ. അപ്പൊ സെയിം ട്രാൻസാക്ഷൻസ് തന്നെയാണ്. നമ്മളിപ്പോ സീരിയൽ ഷെഡ്യൂളിന് കണ്ട സെയിം ട്രാൻസാക്ഷൻസ്. ഈ എക്സാമ്പിൾസ് എല്ലാം നമ്മുടെ എൽമശ്രീ നവാത്തയുടെ ഡാറ്റാബേസ് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഈ ഷെഡ്യൂൾ സിയില് ഷെഡ്യൂൾ ഡിയിലും സെയിം ഓപ്പറേഷൻസ് തന്നെയാണ്. കഴിഞ്ഞ T1 T2 ട്രാൻസാക്ഷൻ ഷെഡ്യൂൾ എയും ഷെഡ്യൂൾ ബിയും നമ്മൾ കണ്ടു. ഇതേ ഓപ്പറേഷൻസ് തന്നെയാണ്. ബട്ട് ഇവിടെ എന്താണ് വ്യത്യാസം? ഇന്റർലീവിംഗ് ഉണ്ട്. ഇന്റർലീവിംഗ് T1 രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെഡ്യൂൾ സി ആണ് ഞാൻ പറയുന്നത്. T2 രണ്ട് ഓപ്പറേഷൻസ്, പിന്നെ T1 രണ്ട് ഓപ്പറേഷൻ, പിന്നെ T2 ഒരു ഓപ്പറേഷൻ, പിന്നെ T1 രണ്ട് ഓപ്പറേഷൻസ്. ഈ ഒരു ഓർഡറിലാണ് ഷെഡ്യൂൾ സി. വേറെ ഷെഡ്യൂൾ ഡിയിലാകുമ്പോൾ T1 3 ഓപ്പറേഷൻ ആദ്യം കഴിഞ്ഞിട്ടാണ് T2 കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് T1 പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നമുക്കൊരു സംശയം വരാം. T2 എന്താ? T2 എല്ലാ ഓപ്പറേഷൻസും കോൺസിക്യൂട്ടീവ് ആണ്. അപ്പൊ സീരിയൽ ഷെഡ്യൂൾ അല്ലേ? അല്ല. സീരിയൽ ഷെഡ്യൂൾ ആവണമെങ്കിൽ ആ ഷെഡ്യൂളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ T1 എല്ലാ ഓപ്പറേഷൻസും കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് സീരിയൽ ഷെഡ്യൂൾ അല്ല. ക്ലിയർ അല്ലേ? അതുകൊണ്ട് ഇത് നോൺ സീരിയൽ ഷെഡ്യൂൾ ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ 4 ഷെഡ്യൂളുകൾ ഉണ്ട്. ഷെഡ്യൂൾ എ ബി സി ഡി. അതിൽ എയും ബിയും സീരിയൽ ഷെഡ്യൂൾ ആണ്. അതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താ? എയില് T1 കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടാണ് T2 എക്സിക്യൂട്ട് ചെയ്തത്. അതാണ് ഒരു സീരിയൽ ഷെഡ്യൂൾ. ബിയില് T2 കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടാണ് T1 എക്സിക്യൂട്ട് ചെയ്തത്. ആൻഡ് ഷെഡ്യൂൾ സി ആൻഡ് ഡി ബോത്ത് ആർ നോൺ സീരിയൽ ഷെഡ്യൂൾസ്. ഓക്കെ, അപ്പൊ നോൺ സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിൽ നോട്ട് എക്സിക്യൂട്ടഡ് കോൺസിക്യൂട്ടീവ്ലി. അതിന്റെ അർത്ഥം ദർ ഈസ് ഇന്റർലീവിംഗ്. ഇന്റർലീവിംഗ് ഉള്ളതാണ് നോൺ സീരിയൽ ഷെഡ്യൂൾ. ഓക്കെ, അപ്പൊ അടുത്തത് സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം. അപ്പൊ സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിൽ എന്താണ് അതിന്റെ ഗുണം? നമ്മൾ പറഞ്ഞു സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിൽ കറക്റ്റ് റിസൾട്ട് ആയിരിക്കും. ബട്ട് എല്ലാ സീരിയൽ ഷെഡ്യൂൾസും എപ്പോഴും കറക്റ്റ് റിസൾട്ട് ആവോ തരാ? എല്ലാ സീരിയൽ ഷെഡ്യൂൾസും എപ്പോഴും കറക്റ്റ് റിസൾട്ട് ആവോ തരാ? ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബാങ്കിലെ കേസ് എടുക്കാം. ഇപ്പം 2 ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾ അക്കൗണ്ടിലേക്ക് 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഇപ്പൊ അക്കൗണ്ടിൽ എത്രയാണോ പൈസ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ട് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഡെപ്പോസിറ്റ് ചെയ്ത ആ എമൗണ്ടിന് കൂടിയുള്ള ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇനീഷ്യലി 1000 രൂപയായിരുന്നു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. 100 കൂടി ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ 1110 രൂപ. അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാണെങ്കിൽ അതും കൂടി വരും. അപ്പൊ 1100 രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും വരിക. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. ഞാനിതൊരു എക്സാമ്പിളിന് പറയാണ്. കാരണം ഡെപ്പോസിറ്റ് ചെയ്ത് അന്ന് തന്നെ നമുക്ക് സാധാരണ ഇൻട്രസ്റ്റ് കിട്ടില്ല, കുറച്ച് ദിവസമെങ്കിലും വേണ്ടി വരും. അങ്ങനെയുള്ള ലോജിക്കിൽ ഇവിടെ ആലോചിക്കുന്നത് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയാണ്. അതേസമയം നമ്മൾ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും അപ്പൊ എന്തുണ്ടാവും? 1000 രൂപയുടെ ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. അത് കഴിഞ്ഞിട്ടാണ് 100 രൂപയും കൂടി വരിക. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് അന്ന് ക്രെഡിറ്റ് ആവില്ല. പിന്നെ അടുത്ത ടൈം ഇൻട്രസ്റ്റ് വരുമ്പോഴാണ് അതിന്റെ ഇൻട്രസ്റ്റ് വരുള്ളൂ. ചില അക്കൗണ്ടിലുണ്ടാവും മാസത്തില് ഇത്ര ദിവസത്തിനുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമാണ്
അതിന്റെ ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം ആ മാസം ഡെപ്പോസിറ്റ് ചെയ്ത് ആ മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടില്ല, അടുത്ത മാസം തൊട്ടേ അത് ഇൻട്രസ്റ്റ് കണക്കാക്കുള്ളൂ. അങ്ങനെ ചില ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷൻ രണ്ട് ഓർഡറിൽ T1 കഴിഞ്ഞ് T2 എക്സിക്യൂട്ട് ചെയ്താൽ ഒരു റിസൾട്ട് കിട്ടും, അതേസമയം T2 കഴിഞ്ഞിട്ടാണ് T1 ആണെങ്കിൽ വേറെ റിസൾട്ട്. രണ്ടും ചില കേസിൽ സെയിം ആയിരിക്കാം, ചില കേസിൽ ഡിഫറെന്റ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ട്രാൻസാക്ഷൻ ഒരു 10 ആഡ് ചെയ്യാണ്, അടുത്ത ട്രാൻസാക്ഷൻ 20 ആഡ് ചെയ്യാണ്. അപ്പൊ രണ്ടും ടോട്ടലി ഫൈനൽ റിസൾട്ട് 30 ആഡ് ചെയ്ത റിസൾട്ട് ആയിരിക്കും. അത് രണ്ട് ഓർഡറിൽ ചെയ്താലും ഫസ്റ്റ് 20 ആഡ് ചെയ്തിട്ട് 10 ആഡ് ചെയ്താലും, ഫസ്റ്റ് സെക്കൻഡ് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്താലും, അതല്ല ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്താലും 10 ആഡ് ചെയ്തിട്ട് 20 ആഡ് ചെയ്താലും ഫൈനൽ റിസൾട്ട് 30 തന്നെയായിരിക്കും. ബട്ട് ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞ ബാങ്ക് എക്സാമ്പിളിൽ രണ്ട് കേസിലും റിസൾട്ട് ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് രണ്ട് കേസിലും റിസൾട്ട് ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് കേസിലും റിസൾട്ട് ഡിഫറെന്റ് ആണെങ്കിൽ അതൊരു രണ്ടും ഇൻകൺസിസ്റ്റന്റ് ആണെന്നാണോ? ഒരെണ്ണം മാത്രമാണ് കറക്റ്റ്, മറ്റേ രീതി ശരിയല്ല എന്നാണോ? അതൊരിക്കലും അല്ല. കാരണം രണ്ടും കറക്റ്റ് ആണ്, ബട്ട് വാല്യൂസിൽ ഡിഫറെന്റ് വരും. അതതിന്റെ അവരെ ബാങ്കിലെ സെനാരിയോ അനുസരിച്ച് ഓരോ സ്ഥലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ അപ്പൊ സീരിയൽ ഷെഡ്യൂൾ എങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമ്മുടെ ഇന്റഗ്രിറ്റി കൺസേൺസ് എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൻസർ ആണ്. അല്ലാണ്ട് ഒരേ ആൻസർ തന്നെ രണ്ട് ട്രാൻസാക്ഷൻസ് ഒരേ ഓർഡറിൽ രണ്ട് ട്രാൻസാക്ഷനിൽ സീരിയൽ ഷെഡ്യൂൾ രണ്ട് ടൈപ്പിൽ ചെയ്യുമ്പോൾ ഒരേ ആൻസർ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് സിറ്റുവേഷൻ അനുസരിച്ച് ഡിഫറെന്റ് ആണ്. ബട്ട് സീരിയൽ ആയിട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്തായാലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. അത് അപ്പോൾ വാലിഡ് ആൻസർ തന്നെയാണ്. അതേസമയം നോൺ സീരിയൽ ആകുമ്പോൾ ചിലപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് കിട്ടണമെന്നില്ല. നോൺ സീരിയൽ നിങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം, ഡർട്ടി റീഡ് പ്രോബ്ലം ഇതൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആക്ച്വലി സീരിയൽ ആയിരുന്നെങ്കിൽ കിട്ടേണ്ട ഒരു റിസൾട്ട് അല്ല അന്ന് അവിടെ നമ്മൾ കിട്ടുക. ആ എക്സാമ്പിൾ ഞാൻ ഇവിടെ വീണ്ടും കാണിക്കുന്നില്ല, വേണമെങ്കിൽ നമ്മൾ ലെക്ചർ 2ഉം 3 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് എന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ടുകളല്ല സീരിയൽ ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ട റിസൾട്ട് അല്ല അവിടെ വന്നത്. ഓക്കെ. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ ഓർഡർ മാറ്റി ഇന്റർലീവ് ചെയ്താലും ചിലപ്പോൾ സീരിയൽ ആയിട്ട് കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ കിട്ടും. ഓക്കെ. അങ്ങനെയുള്ള ഷെഡ്യൂൾസിനെയാണ് നമ്മൾ സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പൊ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ഉണ്ട്, ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ഉണ്ട്, അത് വേറൊരു സീരിയൽ ഷെഡ്യൂൾ, ഏതെങ്കിലും ഒരു സീരിയൽ ഷെഡ്യൂൾ T1 T2 എന്ന സീരിയൽ ഷെഡ്യൂൾ ആവാം, അല്ലെങ്കിൽ T1 T2 എന്ന് പറഞ്ഞ സീരിയൽ ഷെഡ്യൂൾ ആവാം. രണ്ട് ട്രാൻസാക്ഷനുള്ള കേസാകുമ്പോൾ രണ്ട് പോസിബിലിറ്റീസ് ആണോ, T1 കഴിഞ്ഞിട്ട് T2, അതല്ലെങ്കിൽ T2 കഴിഞ്ഞിട്ട് T1. ഈ രണ്ട് ഷെഡ്യൂൾ ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആണ്. സപ്പോസ് ഈ T1 T2 ഈക്വലന്റ്, അങ്ങനെ ആണെങ്കിൽ അതിന് ഒരു സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പൊ ഇവിടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവില്ല, അപ്പൊ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് ആണ്. അതാണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ ആകുമ്പോൾ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് ആയിരിക്കും, സെയിം ആയിട്ടുള്ള ഫൈനൽ ഡാറ്റാബേസ് സ്റ്റേറ്റ് കിട്ടും. T1 T2 എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് സ്റ്റേറ്റ് കിട്ടുമോ അത് തന്നെ ഇന്റർലീവ് ചെയ്തിട്ട് കൂടി സെയിം റിസൾട്ട് അല്ലെങ്കിൽ ഈക്വലന്റ് റിസൾട്ടോ അല്ലെ ഈക്വലന്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. വളരെ സിമ്പിൾ ആണ്, ബട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ആയിട്ടാണ് ഒരു ട്രാൻസാക്ഷനിൽ എല്ലാ ഓപ്പറേഷൻസും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നോൺ സീരിയൽ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് അല്ല, ഇന്റർലീവ്ഡ് ആണ്. ബട്ട് നോൺ സീരിയൽ ഷെഡ്യൂൾ ഒരു സീരിയൽ ഷെഡ്യൂളിന് ഈക്വലന്റ് ആണെങ്കിൽ അത് ആണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. എ ഷെഡ്യൂൾ ഈസ് സെഡ് ടു ബി സീരിയലൈസബിൾ ഇഫ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ. എ ഷെഡ്യൂൾ ഈസ് സെഡ് ടു ബി സീരിയലൈസബിൾ if it is equivalent to some serial schedule. Some serial schedule are T1 T2 or it can be T2 T1. അതേസമയം 3 ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ T1 T2 T3 T1 T3 T2 കുറെ ഓപ്ഷൻസ് ഉണ്ട്. അത് പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന എത്ര സീരിയൽ ഷെഡ്യൂൾ എന്നുള്ളത് ഈ പെർമിറ്റേഷൻ കോമ്പിനേഷൻ കൺസെപ്റ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ആ മാത്സ് പാട്ടുകളിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ ഐഡിയാസ് കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ മാത്രമാണ്
ഈ സബ്ജക്റ്റിലെ നമ്മുടെ ഈ സെമസ്റ്ററിലെ കോഴ്സിന്റെ മോട്ടീവ്. ഓക്കെ, അപ്പൊ ഈക്വലന്റ് ആയാലാണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പൊ ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള ഈക്വലന്റ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് എന്ന കൺസെപ്റ്റ് മാത്രമാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക, കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. സാധാരണ ഈക്വലന്റ് തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കുക, 2 പ്രാവശ്യം പ്രോഗ്രാം റൺ ചെയ്തു ഈക്വലന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടിന്റെ ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ അതാണ് നോർമൽ ഈക്വലന്റ്. അതിന് നമുക്ക് റിസൾട്ട് ഈക്വലന്റ് എന്ന് പറയാം. റിസൾട്ട് ഈക്വലന്റ്, ഔട്ട്പുട്ട്, റിസൾട്ട് മീൻസ് ഔട്ട്പുട്ട്. അപ്പൊ ഡാറ്റാബേസിൽ ഒരു സീരിയൽ ഷെഡ്യൂൾ ചെയ്തു, വേറൊരു നോൺ സീരിയൽ ഷെഡ്യൂൾ ചെയ്തു. രണ്ടിന്റെയും ഫൈനൽ സ്റ്റേറ്റ് ഡാറ്റാബേസ് 2 ചെയ്താലും ഫൈനൽ സ്റ്റേറ്റ് ഒന്ന് തന്നെയാണ്, ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത് ഒരു റിസൾട്ട് ഈക്വലന്റ് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു ഷെഡ്യൂൾ നോക്കാം. ഇനീഷ്യൽ വാല്യൂ 100, ഇത് ഷെഡ്യൂൾ 1. ഇവിടെ നമ്മൾ കഴിഞ്ഞതുപോലെ T1 T2 അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. ഇതൊരു ഷെഡ്യൂള്, ഇത് വേറെ ഷെഡ്യൂൾ. S1 എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂള്, S2 എന്ന് പറയുന്നത് വേറെ ഷെഡ്യൂള്. ഇത് ഇനീഷ്യൽ വാല്യൂ എക്സ് 100 ആണ് നോക്കുക. അപ്പൊ S1 എന്താ സംഭവിക്കണേ, റീഡ് ഐറ്റം എക്സ്. അപ്പൊ എത്രയാണ് വാല്യൂ റീഡ് ചെയ്യുക, വാല്യൂ 100, ഇനീഷ്യൽ വാല്യൂ ആണ് റീഡ് ചെയ്യുക. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10, അപ്പൊ എത്രയായിരിക്കും 110. ആൻഡ് റൈറ്റ് ഐറ്റം എക്സ്, അപ്പൊ ഡാറ്റാബേസിൽ ഫൈനൽ ഉണ്ടാവുന്ന വാല്യൂ എത്രയായിരിക്കും, ഡാറ്റാബേസിൽ ഫൈനൽ ഉണ്ടാവുന്ന വാല്യൂ 110. അപ്പൊ ഷെഡ്യൂൾ 1 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഫൈനൽ വാല്യൂ 110 ആയിരിക്കും. ഇനി നമ്മൾ ഷെഡ്യൂൾ 1 പകരം ഷെഡ്യൂൾ 2 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, റീഡ് ഐറ്റം എക്സ്, ഇനീഷ്യൽ വാല്യൂ ആണ് റീഡ് ചെയ്യുക, അപ്പൊ 100. ആദ്യം പറഞ്ഞു ഇത് 2 ട്രാൻസാക്ഷൻ അല്ല, ഇതൊരു ഷെഡ്യൂള്, ഇത് വേറെ ഷെഡ്യൂള്. ഓക്കെ, അടുത്തത് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1.1, 100 ഇൻറ്റു 1.1, അഗെയിൻ ഇറ്റ് ഈസ് 110. അപ്പൊ ഫൈനലി ഡാറ്റാബേസിൽ റൈറ്റ് ചെയ്യുക 110. അപ്പോൾ ഷെഡ്യൂൾ 1 ആണെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് 110, ഷെഡ്യൂൾ 2 ആണെങ്കിലും ഫൈനൽ ഔട്ട്പുട്ട് 110. അപ്പൊ ഈ ഷെഡ്യൂൾസ് റിസൾട്ട് ഈക്വലന്റ് ആണോ, നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ റിസൾട്ട് ഈക്വലന്റ് ആണെന്ന് പറയാം. ബട്ട് ആക്ച്വലി അതല്ല. അത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മാത്രമാണ് റിസൾട്ട് ഈക്വലന്റ് വരുന്നത്. കാരണം 1.1 എന്ന് പറഞ്ഞാൽ 10%, 100ന്റെ 10%ഉം 10 ആണ്. ഇവിടെ ആഡ് ചെയ്യുന്ന വാല്യൂ 10 ആയതുകൊണ്ട് അങ്ങനെ ഒരു കേസിൽ മാത്രമാണ് ഇത് 110 വന്നത്. ഫോർ എക്സാമ്പിൾ ഇത് 50 ആയിരുന്നെങ്കിൽ എന്ത് വരും, 50 ആണെങ്കിൽ 50 പ്ലസ് 10, ഫൈനൽ റിസൾട്ട് ഷെഡ്യൂൾ 1ന് 60 ആയിരിക്കും. അതേസമയം ഷെഡ്യൂൾ 2ന്റെ ഫൈനൽ റിസൾട്ട് 50 ഇൻറ്റു 1.1, 50യുടെ കൂടെ 10% ആഡ് ചെയ്യുമ്പോൾ 55 ആയിരിക്കും. ഇപ്പൊ നമുക്ക് ക്ലിയർലി മനസ്സിലായി ദേ ആർ നോട്ട് ഈക്വലന്റ്. അപ്പോൾ ഒരു കേസിൽ മാത്രം റിസൾട്ട് ഈക്വലന്റ് ആയാൽ നമുക്ക് റിസൾട്ട് ഈക്വലന്റ് എന്ന് പറയാൻ പറ്റില്ല. ആ ഷെഡ്യൂള് റിസൾട്ട് ഈക്വലന്റ് എന്ന് പറയണമെങ്കിൽ 2 ഷെഡ്യൂൾസ് റിസൾട്ട് ഈക്വലന്റ് ആണെങ്കിൽ ഏത് ഇൻപുട്ട് കേസിനും ഒരുപോലെ തന്നെ റിസൾട്ട് വരണം. അപ്പൊ ഇവിടെ 60 ആണ് കിട്ടുന്നതെങ്കിൽ S2ലും 60 തന്നെ കിട്ടണം. ഇവിടെ 110 ആണെങ്കിൽ S2 ആണെങ്കിലും 110 കിട്ടണം. ഇവിടെ 1000 ആണെങ്കിൽ S2 ആണെങ്കിലും 1000. അങ്ങനെ എല്ലാ കേസിലും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മാത്രമാണ് റിസൾട്ട് ഈക്വലന്റ്. ഇവിടെ പർട്ടിക്കുലർ ഒരു കേസിൽ മാത്രമായ റിസൾട്ട് ഈക്വലന്റ് അല്ല. അപ്പൊ ഈ ഷെഡ്യൂള് നോട്ട് റിസൾട്ട് ഈക്വലന്റ് ഷെഡ്യൂളിന് ഒരു എക്സാമ്പിൾ ആണ്. റിസൾട്ട് ഈക്വലന്റ് അല്ലാണ്ട് അടുത്തൊരു ടൈപ്പാണ് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ഷെഡ്യൂൾ. അപ്പൊ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് അറിയാം. കോൺഫ്ലിക്റ്റ് എന്താണ്? കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ, 2 പേര് തമ്മിലുള്ള ഇഷ്യൂ. നമുക്കറിയാം നമ്മുടെ ഈ സബ്ജക്റ്റിൽ തന്നെ ഒരുവിധം വേർഡ്സും അതിന്റെ യൂഷ്വൽ റിയൽ ലൈഫ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീനിങ് അറിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ കൺസെപ്റ്റ് മനസ്സിലാക്കാം. അതാണ് സബ്ജക്റ്റിന്റെ ഒരു എളുപ്പം. ഈ കോൺഫ്ലിക്റ്റ് എന്താണ്? സാധാരണ എപ്പോഴാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക? 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. 2 ആളും സംസാരിക്കാൻ പോകുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അല്ലെ? ഒരാൾ പറയുന്നു മറ്റാള് കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണെങ്കിൽ കോൺഫ്ലിക്റ്റിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അതിൽ ഇപ്പൊ നമ്മളിപ്പോ കാണാം ഫേസ്ബുക്കിൽ ഒരാൾ പോസ്റ്റ് ഇടുന്നു, അപ്പൊ എന്താണ് അതിനൊരാൾ കമന്റ് ഇടുന്നു.
അതിനെ എതിർത്തിട്ടായിരിക്കും ഒരു കമന്റ് ഇടുന്നത്, അതല്ലെങ്കിൽ വേറൊരാൾ വേറെ കമന്റ് ഇടുന്നു. അപ്പൊ എന്തുണ്ടാവും, അവിടെ അവർ തമ്മിൽ ആശയപരമായുള്ള തർക്കങ്ങളായി, രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം സ്റ്റാർസിന്റെ ഫാൻ, ഇപ്പോൾ ഒരു മോഹൻലാൽ ഫിലിമിന്റെ ഒരു ഇതിട്ടു, അപ്പോൾ മമ്മൂട്ടി ഫാൻസ് അതിനൊരു കമന്റ് ഇടുന്നു, അപ്പോൾ മോഹൻലാൽ ഫാൻസിന് അതിനൊരു തിരിച്ചും മമ്മൂട്ടി ഫാൻസ് ആണ്, അങ്ങനെ വരുന്നു. അപ്പൊ എന്തുണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കാരണം രണ്ടുപേരും ഡിഫറെന്റ് ആശയങ്ങൾ, അപ്പൊ രണ്ടുപേരും ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റിലാണെങ്കിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തർക്കങ്ങൾ ഉണ്ടാവുന്നത് എവിടെയാ, ഒരു പോസ്റ്റിൽ തന്നെ ആയിരിക്കണം അഭിപ്രായം ഉള്ളത്. അല്ലെങ്കിൽ ഒരാളൊരു പോസ്റ്റിലിട്ട് വേറൊരാളൊരു പോസ്റ്റിലാകുമ്പോൾ അത് തമ്മിൽ റിലേറ്റഡ് ആവില്ല, അത് രണ്ടും ഡിഫറെന്റ് ആയിട്ട് പോകും. അങ്ങനെയാണ് ഒരു പോസ്റ്റിൽ തന്നെ എന്ത് ഒരാള് തന്നെ രണ്ടഭിപ്രായം പറയുന്നില്ലല്ലോ അല്ലെ, രണ്ടാളായിരിക്കണം അഭിപ്രായം, രണ്ടാളും റൈറ്റ് ചെയ്യണം, രണ്ടാളും പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കമന്റ് എഴുതണം. അതല്ല കുറെ പേര് വെറുതെ പോസ്റ്റ് വായിച്ചു പോയി എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റിൽ വരില്ല, കാരണം അവരുടെ അഭിപ്രായം കൂടി അവിടെ എഴുതുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. എന്നാലല്ലേ കോൺഫ്ലിക്റ്റ് മറ്റുള്ളവർക്ക് അത് അങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇഷ്യൂ ആയിട്ട് മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ എല്ലാവരും ജസ്റ്റ് വായിച്ചു പോയാൽ അവർ മനസ്സിലുണ്ടാവായിരിക്കാം, ബട്ട് ആരും അറിയുന്നില്ല, കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് കോൺഫ്ലിക്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്തുണ്ടാവണം, ഒരു ട്രാൻസാക്ഷനിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ ഒരു ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ ആ ഷെഡ്യൂളില് ഉള്ള ഈ ഓപ്പറേഷൻസ്, ഷെഡ്യൂളിലുള്ള ഏതെങ്കിലും കോൺഫ്ലിക്റ്റ് പറയും നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് തമ്മിലാണ്. അപ്പോൾ ഈ ഈ ഓപ്പറേഷൻസ് രണ്ട് ട്രാൻസാക്ഷനിലുള്ളതായിരിക്കണം. ഈ ഓപ്പറേഷൻസ് ബിലോങ്സ് ടു 2 ഡിഫറെന്റ് ട്രാൻസാക്ഷൻ. ഒരേ ട്രാൻസാക്ഷനിലാകുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല, കാരണം ഒരേ ആൾ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പൊ അത് തമ്മിൽ കോൺഫ്ലിക്റ്റ് സാധാരണ ഉണ്ടാവില്ല. പക്ഷെ റിയൽ ലൈഫിൽ ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ തന്നെ ഒരിക്കൽ ചെയ്തതായിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പോളിസികൾ മാറ്റാം. പക്ഷെ ആ കേസ് ഇവിടെ വരുന്നില്ല. ഒരേ ട്രാൻസാക്ഷനിൽ കോൺഫ്ലിക്റ്റിന്റെ ഇഷ്യൂ വരുന്നില്ല. കാരണം എന്താണ് ആ ഇഷ്യൂ ഇവിടെ വരാത്തത്, നമ്മൾ കോൺഫ്ലിക്റ്റ് നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾസിൽ ഡിഫറെന്റ് ട്രാൻസാക്ഷനിലെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇന്റർലീവ് ചെയ്യുന്നത്. അതേസമയം ഒരേ ട്രാൻസാക്ഷനിലെ ഓപ്പറേഷൻ ഇന്റർലീവ് ചെയ്യില്ല. ഒരു ട്രാൻസാക്ഷനിൽ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഓപ്പറേഷൻ അത് എപ്പോഴും അതേ ഓർഡറിൽ വരുള്ളൂ. ഇന്നലെ പറഞ്ഞു ATMന്റെ എക്സാമ്പിൾ, പിൻ നമ്പർ അടിച്ചിട്ട് എമൗണ്ട് അടിച്ചിട്ട് ക്യാഷ് വിത്ഡ്രോ ചെയ്യുക, അങ്ങനെയാണ് വരിക. അല്ലാണ്ട് ക്യാഷ് വിത്ഡ്രോ ചെയ്തിട്ട് പിൻ നമ്പർ അടിച്ചിട്ട് അങ്ങനെയല്ല, ഓർഡർ മാറ്റാൻ പറ്റില്ല. അതേസമയം രണ്ട് ട്രാൻസാക്ഷൻ ആകുമ്പോൾ അത് തമ്മിൽ മിക്സ് ചെയ്ത് വരാം. അപ്പോൾ സെയിം ട്രാൻസാക്ഷനിൽ അപ്പോൾ കോൺഫ്ലിക്റ്റ് വരില്ല, കാരണം എപ്പോഴും ഓപ്പറേഷൻസ് ഒരു ഓർഡറിൽ തന്നെ പോവുള്ളൂ. പിന്നെ കോൺഫ്ലിക്റ്റ് വരണമെങ്കിൽ എന്ത് വരണം, സെയിം ഡാറ്റ ആയിട്ടായിരിക്കണം. അതായത് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തത് എക്സും രണ്ടാമത്തെ ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നത് വൈ ആണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. പിന്നെ ഈ കോൺഫ്ലിക്റ്റ് കാരണമാണ് നമ്മൾ പല ഇഷ്യൂസും കണ്ടത്. ലോസ്റ്റ് അപ്ഡേറ്റ്, ടെമ്പററി അപ്ഡേറ്റ്, അല്ലെങ്കിൽ ടെമ്പററി റീഡ്, അല്ലെങ്കിൽ ഡർട്ടി റീഡ്. അതിൽ കഴിഞ്ഞ ദിവസം കുറച്ച് ഇഷ്യൂസ് കണ്ടിരുന്നു. ട്രാൻസാക്ഷൻ ഈ ഷെഡ്യൂൾസ് എഴുതിപ്പോ അപ്പോൾ ഇത് കാസ്കേഡിങ് അബോർട്ടിന് വരുന്ന സാധ്യത അതൊക്കെ എന്താ ഉണ്ടാകും, കാരണം അൺകമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തത് അടുത്ത ആള് റീഡ് ചെയ്തത് കൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റുകൾ അവിടെ വന്നത്, ഇഷ്യൂസ് വന്നത്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് വരണമെങ്കിൽ എന്ത് വേണം, സെയിം ഡാറ്റ ആയിട്ടായിരിക്കണം. ഒരാൾ എക്സ് റൈറ്റ് ചെയ്തു, അടുത്ത ആൾ വൈ ആണ് റീഡ് ചെയ്തതെങ്കിൽ ഈ ട്രാൻസാക്ഷൻസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും വരുന്നില്ല, കാരണം സെയിം ഐറ്റം ആകുമ്പോൾ മാത്രമാണ് ഇഷ്യൂ വരുന്നത്. പിന്നെ രണ്ട് ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഒരെണ്ണെങ്കിലും റൈറ്റ് ആവണം. എല്ലാവരും റീഡ് ചെയ്യൽ മാത്രമാണെങ്കിൽ പ്രോബ്ലം ഇല്ല, കാരണം ഒരു വാല്യൂ അവിടെ ഉള്ളത് എല്ലാവരും സെയിം വാല്യൂ റീഡ് ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഇടയിൽ റൈറ്റ് ചെയ്യുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്. കാരണം ആ റൈറ്റ് ചെയ്തത് മറ്റുള്ളവർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് ചെയ്ത ആൾ കമ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇഷ്യൂ ആവും, അങ്ങനെയുള്ള ഇഷ്യൂ വരുന്നത്. അപ്പോൾ രണ്ട് ട്രാൻസാക്ഷൻസ് കോൺഫ്ലിക്റ്റ് ആവണമെങ്കിൽ അതല്ലെങ്കിൽ ഈ ഇപ്പോൾ ഒരു ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് ഓപ്പറേഷൻസ് ഡിഫറെന്റ് ട്രാൻസാക്ഷനിലായിരിക്കണം, സെയിം ഡാറ്റ ഐറ്റത്തിനെ ആയിരിക്കണം ആക്സസ് ചെയ്യണേ, അതിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും ഒരു റൈറ്റ് ഓപ്പറേഷൻസ് ആയിരിക്കണം. അപ്പൊ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലാണ് ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ ഷെഡ്യൂൾ നോക്കാം. ഈ ഷെഡ്യൂൾ R1X ഈ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. R1X എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നു എക്സിനെ, അത് കഴിഞ്ഞാൽ സെക്കൻഡ് ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുന്നു, ഫസ്റ്റ് ട്രാൻസാക്ഷൻ വൈനെ റീഡ് ചെയ്യുന്നു, സെക്കൻഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുന്നു എക്സിനെ, സെക്കൻഡ് ട്രാൻസാക്ഷൻ വൈയിലെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ വൈനെ റൈറ്റ് ചെയ്യുന്നു. ഇവിടെ ആരൊക്കെ തമ്മിലാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്? അപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്നുള്ള ഓപ്പറേഷൻസ് നോക്കാൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും റൈറ്റ് ആയിരിക്കണം. അപ്പൊ ഒന്നുകിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷന്റെ റീഡ് ആണെങ്കിൽ രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ റൈറ്റ് വരണം. അതല്ല ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ആദ്യത്തെ റൈറ്റ് ആണെങ്കിൽ റീഡ് വരണം. അപ്പൊ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് വരാം, റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് വരാം, അല്ലെങ്കിൽ രണ്ടുപേരും റൈറ്റ് ചെയ്യുന്നതും കോൺഫ്ലിക്റ്റ്. ഈ 3 പോസിബിലിറ്റീസ് ആണ് വരിക. അപ്പൊ ഇതില് R1X R2X, ഇപ്പൊ R1 എക്സിനെ റീഡ് ചെയ്തു, അത് കഴിഞ്ഞാൽ സെക്കൻഡ് ട്രാൻസാക്ഷനിൽ എക്സിനെ റീഡ് ചെയ്യണം. ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല, കാരണം രണ്ടും റീഡ് ചെയ്യുന്നത് സെയിം റീഡിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം റൈറ്റ് എന്ന് പറഞ്ഞതില്ല. രണ്ട് ട്രാൻസാക്ഷൻ ആണ്, സെയിം ഡാറ്റ ആയിട്ടാണ്, ബട്ട് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷുഡ് ബി എ റൈറ്റ്. ആ കണ്ടീഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരില്ല. അതേസമയം നമ്മൾ വേറൊരു ഓപ്പറേഷൻ നോക്കിയാലോ, R1X W2X. അത് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാം, കാരണം രണ്ടും എക്സിനെയാണ് ആക്സസ് ചെയ്യുന്നത്, രണ്ട് ട്രാൻസാക്ഷൻ ആണ്, 1 ഉം 2 ഉം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് റൈറ്റ്. അപ്പൊ R1X W2X ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാം, ഒരു റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ്. അതേസമയം ഈ W2X W1Y ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ? W2X W1Y രണ്ട് ട്രാൻസാക്ഷൻ ആണ്, സെക്കൻഡ് ആൻഡ് വൺ. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം റൈറ്റ്, രണ്ടും റൈറ്റ് ആണ്, അപ്പൊ ബോത്ത് ആർ റൈറ്റ്, അതും പ്രോബ്ലം ഇല്ല. ബട്ട് ഒരെണ്ണം എക്സ് ആണ്, അടുത്തത് വൈ ആണ്, അപ്പൊ അത് കോൺഫ്ലിക്റ്റ് ഇല്ല, ഇതും കോൺഫ്ലിക്റ്റ് ഇല്ല. ഇനി R1X W1X ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ? രണ്ട് സെയിം ഡാറ്റ ആയിട്ടാണ്, എക്സ് ആണ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം റൈറ്റ് ആണ്, ബട്ട് രണ്ടും സെയിം ട്രാൻസാക്ഷൻ, അപ്പൊ ഇതും കോൺഫ്ലിക്റ്റ് ഇല്ലാത്തതാണ്. അതേസമയം R2X W1X ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഉണ്ട്, രണ്ട് ട്രാൻസാക്ഷൻ ആണ്, രണ്ട് ട്രാൻസാക്ഷൻ ആണ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം റൈറ്റ് ആണ്, സെയിം ഡാറ്റ ആയിട്ടാണ്, അപ്പൊ ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് കോൺഫ്ലിക്റ്റ്. ഈ ഐഡിയ മനസ്സിലാവണം. അപ്പൊ 3 തരത്തിലാണ് കോൺഫ്ലിക്റ്റ് വരിക: റീഡ് റൈറ്റ്, അല്ലെങ്കിൽ റൈറ്റ് റീഡ്, റൈറ്റ് റൈറ്റ്. റീഡും റീഡ് ആണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ട്രാൻസാക്ഷൻ ആയിരിക്കണം, സെയിം ഡാറ്റ ആയിട്ട് തന്നെ ആയിരിക്കണം ആക്സസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു നോട്ട് ബുക്കിൽ ഇപ്പൊ രണ്ടുപേര് ചേർന്ന് ഒരേ നോട്ട് ബുക്കിൽ എഴുതിയെന്നുണ്ടാവും, അത് പോസിബിൾ അല്ല, അത് കോൺഫ്ലിക്റ്റ് ആവും. അതേസമയം രണ്ടുപേര് ചേർന്ന് ഒരു നോട്ട് ബുക്കിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, കാരണം രണ്ടുപേർക്ക് ഒരേ നോട്ട്. നിങ്ങൾ ഇപ്പൊ കമ്പൈൻ സ്റ്റഡി ആണെങ്കിൽ രണ്ടുപേരും കൂടി ഒരേ മെറ്റീരിയൽ റീഡ് ചെയ്യാം. ബട്ട് രണ്ടുപേരും കൂടി ഒരെണ്ണത്തിൽ എഴുതാൻ പോയാൽ അത് ഇഷ്യൂസ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിൽ ഒരാൾ എഴുതി മറ്റാൾ റീഡ് ചെയ്യുന്നതിൽ നമ്മൾ നോട്ട് ബുക്കിന്റെ കേസിൽ ഇഷ്യൂസ് ഇല്ല, കാരണം ഒരാൾ റൈറ്റ് ചെയ്ത് മറ്റാൾ റീഡ് ചെയ്യും. അപ്പോഴും പക്ഷെ ഇഷ്യൂ ഉണ്ട്. എന്താണ് ഇഷ്യൂ? ഈ രണ്ടാമത്തെ ആള് ഇയാൾ എഴുതിയതിന് ശേഷമാണ്, ഇപ്പൊ ഞാൻ ഈ സ്ലൈഡ് എഴുതുന്നു, കുറച്ച് നോട്ട്സ് നിങ്ങൾ എഴുതി, കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്താണ്, നിങ്ങൾ അത് എഴുതിയില്ലെങ്കിൽ പിന്നെ റീഡ് ചെയ്യുമ്പോൾ അത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ആദ്യം മാത്രം എഴുതി, കുറച്ച് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാനത് സ്ലൈഡ് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ അപ്പൊ റൈറ്റ് കഴിഞ്ഞിട്ടുള്ള റീഡ് കറക്റ്റ് അല്ല. അപ്പൊ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഉള്ള കാരണമാണ് ഇഷ്യൂസ് വരുന്നത്. അപ്പൊ രണ്ട് ഷെഡ്യൂളിലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഓപ്പറേഷന്റെ ഓർഡർ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ രണ്ട് ട്രാൻസാക്ഷൻ ആണല്ലോ ഈ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ. ഇപ്പൊ R1X W2X. അപ്പൊ ഈ R1X R2X ഇത് രണ്ടും ഒരേ ട്രാൻസാക്ഷനിൽ ആയതുകൊണ്ട് നമ്മൾ പറയാം ഷെഡ്യൂൾസിൽ ഒരേ ട്രാൻസാക്ഷനിലെ ഓപ്പറേഷൻസ് എപ്പോഴും ഇതേ ഓർഡറിൽ തന്നെ വരുള്ളൂ. അതേസമയം രണ്ട് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഈ R1X ഉം W2X ഉം ഈ R1X-നേക്കാളും മുമ്പ് W2X വരാം ഒരു ഷെഡ്യൂളില്. ഈ ഷെഡ്യൂളില് ആദ്യം റീഡും പിന്നെ റൈറ്റ് ആണ് വന്നത്. ബട്ട്
വേറൊരു ഷെഡ്യൂൾ എഴുതുമ്പോൾ ചിലപ്പോൾ W2X കഴിഞ്ഞിട്ട് R1X വരാം, രണ്ടും വരാം. അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ റീഡ് ചെയ്തിട്ട് സെക്കൻഡ് റൈറ്റ് ചെയ്യണു, അതല്ലെങ്കിൽ സെക്കൻഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് റീഡ് ചെയ്യണു. ഇതിനനുസരിച്ച് ഈ റീഡ് ചെയ്യണ വാല്യൂ മാറില്ലേ? കാരണം ഇപ്പൊ ഇത് ഈ SA എന്ന് പറഞ്ഞ ഷെഡ്യൂളിലാണെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ആണ് റീഡ് ചെയ്യുക. അതേസമയം ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ W2X കഴിഞ്ഞിട്ടാണ് ഇതാണെങ്കിൽ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താണോ റൈറ്റ് ചെയ്തത് അതല്ലേ റീഡ് ചെയ്യുക. അപ്പോൾ അത് ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസിന്റെ ഓർഡറുകൾ മാറിക്കഴിഞ്ഞാൽ വാല്യൂസ് മാറും. അപ്പൊ നമ്മൾ രണ്ട് ഷെഡ്യൂളുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരുപോലെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡറും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്താണ്? നമുക്ക് എന്താണ് അറിയാം? സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിൽ എപ്പോഴും കൺസിസ്റ്റന്റ് റിസൾട്ട് ആണ്, അല്ലെ? സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിൽ നമുക്ക് എപ്പോഴും കൺസിസ്റ്റന്റ് റിസൾട്ട് ആണ്. അപ്പൊ സീരിയൽ ഷെഡ്യൂൾ എഴുതുമ്പോൾ എങ്ങനെയാണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ വരുന്നത്? അതേപോലെയുള്ള ഓർഡർ തന്നെ നോൺ സീരിയൽ ഷെഡ്യൂളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റന്റ് റിസൾട്ട് കിട്ടും. കാരണം കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് മാത്രമാണ് സാധാരണ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമുക്കൊരു ഇൻകൺസിസ്റ്റന്റ് റിസൾട്ടിന് ഒരു കാരണമാവുന്നത്. അപ്പോൾ സീരിയൽ ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ എങ്ങനെയാണോ അതേ ഓർഡർ തന്നെ നോൺ സീരിയൽ ഷെഡ്യൂളിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമ്പോൾ ആ നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ത് വന്നു? ഇറ്റ് വിൽ ബി എ സീരിയലൈസബിൾ ഷെഡ്യൂൾ. സീരിയലൈസബിൾ ഷെഡ്യൂൾ മറന്നുപോയോ? നമ്മൾ സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്താണ് ഡെഫിനിഷൻ കണ്ടു? ഇഫ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ ഇറ്റ് ഈസ് എ സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പൊ ഇവിടെ സീരിയലൈസബിലിറ്റി നോക്കണം. ഈക്വലന്റ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ വെച്ചുള്ള ഈക്വലന്റ് ആണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് എന്ന് പറയും. ഇപ്പൊ ഇഫ് ഓർഡർ ഓഫ് എനി ടു കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഈസ് സെയിം ഇൻ ബോത്ത് ഷെഡ്യൂൾ then these both schedules are known as conflict equivalent to schedule. If order of any two conflict operations is same in both schedule, അതായത് ഒന്നാമത്തെ ഷെഡ്യൂളിൽ R1X കഴിഞ്ഞിട്ടാണ് W2X വരുന്നതെങ്കിൽ രണ്ടാമത്തെ ഷെഡ്യൂളിലും R1X കഴിഞ്ഞിട്ടാണ് W2X വരുന്നതെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഷെഡ്യൂൾസ് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആണ്. ഇങ്ങനെ എല്ലാ പെയറും നോക്കണം. ഒരു എനി ടു കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഒറ്റ പെയറാണ് നോക്കിയത്. ഇതുപോലെ നമ്മൾ എല്ലാ പെയറും നോക്കണം. അപ്പൊ നമുക്ക് രണ്ട് ഷെഡ്യൂൾ തന്നാൽ ഈ ഈക്വലന്റ് നോക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും തോന്നും. ബട്ട് അതിന് നമ്മളൊരു മെത്തേഡ് പഠിക്കും സിമ്പിൾ ആയിട്ട് കാണാൻ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്താണെന്ന് പറയാം. അപ്പൊ കോൺഫ്ലിക്റ്റ് രണ്ട് ഷെഡ്യൂളുകൾ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആണെങ്കിൽ കോൺഫ്ലിക്റ്റ് രണ്ട് ഷെഡ്യൂളുകളിൽ ഏതായിരിക്കും? ഒന്ന് നോൺ സീരിയലും മറ്റേത് സീരിയലും. അപ്പോൾ ഇഫ് നോൺ സീരിയൽ ഷെഡ്യൂൾ ഈസ് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ then ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയും. ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ഉണ്ട്, ഒരു സീരിയൽ ഷെഡ്യൂൾ ഉണ്ട്. സീരിയൽ ഷെഡ്യൂളിലെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന് നോൺ സീരിയൽ ഷെഡ്യൂളിലെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡറും ഈക്വലന്റ് ആണെങ്കിൽ അതിനെ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ. അപ്പോൾ ഒരു ഷെഡ്യൂൾ തന്നു കഴിഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് കാണണമെങ്കിൽ നമ്മൾ അതിന്റെ സീരിയൽ ഷെഡ്യൂൾ അറിയണം. എന്നിട്ട് ആ സീരിയൽ ഷെഡ്യൂളിലെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ അറിയണം. അത് കഴിഞ്ഞാൽ ഇതിലെ ഓർഡറും അതും സെയിം ആണോ എന്നൊക്കെ നോക്കണം. അങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞു വെച്ച കൺസെപ്റ്റ്. അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. ഇപ്പൊ തന്നെ എനിക്കറിയില്ല, നമ്മൾ കുറച്ചു നേരമായി ക്ലാസ് ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ എന്നറിയില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ മെയിൽ അയക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി വേണമെന്നുള്ളത് ക്ലിയർ ആക്കാൻ നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ അസ്യൂം ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ തന്നു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല. അതിനൊരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള അൽഗോരിതം, ഒരു മെത്തേഡ് ഉണ്ട്. ഒരു ഷെഡ്യൂൾ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യും. ഗ്രാഫ്
ഓർമ്മയുണ്ടാവല്ലോ, കഴിഞ്ഞ സെമസ്റ്റർ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിച്ചു, അന്ന് ഗ്രാഫ് പഠിച്ചിരുന്നു. ഗ്രാഫ് എന്താണ്? ഗ്രാഫിലാകുമ്പോൾ സൈക്കിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ട്രീ ആണെങ്കിൽ സൈക്കിൾസ് ഉണ്ടാവില്ല, അസൈക്ലിക് ഗ്രാഫ് ആണെന്ന്. അപ്പൊ നമ്മൾ ഒരു ഷെഡ്യൂൾ തന്നാൽ അതിൽ നിന്നൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യും. ആ ഗ്രാഫില് സൈക്കിൾ ഇല്ലെങ്കിൽ സീരിയലൈസബിൾ ആണ്, കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. അല്ല, സൈക്കിൾ ഉണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഗ്രാഫ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇപ്പൊ നമ്മൾ 4 ഷെഡ്യൂൾ കണ്ടു, ABCD ഓർമ്മയുണ്ടാവും, നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ബാക്ക് പോയി ഒന്നും കൂടി നോക്കാം. അപ്പൊ ആ എക്സാമ്പിൾ വെച്ച് തന്നെ ജസ്റ്റ് ആദ്യം തന്നെ നമുക്കൊരു കാണാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ എ, ഇപ്പൊ നമ്മൾ അൽഗോരിതം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ കാണാം. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം. ആ ഗ്രാഫിന്റെ പേരാണ് പ്രിസിഡൻസ് ഗ്രാഫ്. അപ്പൊ ഗ്രാഫിലാകുമ്പോൾ നമുക്ക് 2 ആളുകളാണ് ഉണ്ടാവുക. ഗ്രാഫിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? നോഡും അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയും, അല്ലെങ്കിൽ എഡ്ജും. അപ്പൊ നമുക്ക് ആരാണ് നോഡ്? നോഡ് എന്ന് പറയുന്നത് ഷെഡ്യൂളിലെ ട്രാൻസാക്ഷൻസ് ആണ് നോഡുകൾ. അപ്പൊ എത്ര ട്രാൻസാക്ഷൻ ഉണ്ടോ അത്രയും നോഡ് അല്ലെങ്കിൽ വെർട്ടിസസ് ഉണ്ടാവും. എഡ്ജ് എന്ന് പറയുന്നത് ഏതെങ്കിലും കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതാണ് എഡ്ജ്. അപ്പൊ എഡ്ജ് ഇവിടെ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് അതിലേക്ക് എന്ന് കാണിച്ച് നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആ ഓർഡർ കാണിക്കുന്ന ഒരു ആരോ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് എക്സാമ്പിൾ കാണാം. ട്രാൻസാക്ഷൻ T1, ട്രാൻസാക്ഷൻ T2, 2 ട്രാൻസാക്ഷൻ ആണ് ഈ ഷെഡ്യൂൾ എയിലുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് 2 നോഡ്സ് ഉണ്ടാവും. 2 ട്രാൻസാക്ഷൻ, 2 നോഡ്സ് T1, T2. ഇനി നമ്മൾ എന്താ എഡ്ജ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിലാണ് എഡ്ജ് വരയ്ക്കുക. അപ്പൊ അത് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ 2 ട്രാൻസാക്ഷൻ ആയിരിക്കണം, സെയിം ഐറ്റം ആയിരിക്കണം, ഒരെണ്ണം റൈറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ മോളിൽ നിന്ന് വായിച്ചു തുടങ്ങാം, മോളിൽ താഴേക്ക്. അപ്പൊ ആദ്യം റീഡ് എക്സ് ഇവിടെ വന്നാൽ അതിന് കോൺഫ്ലിക്റ്റ് വേണമെങ്കിൽ T2 ഒരു റൈറ്റ് എക്സ് വേണം. കാരണം 2 റീഡ് ആണ് ഈ വീട്ടില്. റൈറ്റ് എക്സ് ഉണ്ടോ നോക്കാം, ഉണ്ട്. അപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ എക്സിനെ ബേസ് ചെയ്ത് T1 നിന്ന് T2ലേക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ T1 നിന്ന് T2ലേക്ക് ആരോ വരച്ചു, എക്സ് എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് റൈറ്റ് എക്സിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റൈറ്റ് എക്സ് ഉണ്ടാവണം. T2 റൈറ്റ് എക്സ് ഉണ്ട്. അപ്പൊ എക്സിനെ ബേസ് ചെയ്ത് T1 നിന്ന് T2ലേക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ വരച്ചുകൊണ്ട് വീണ്ടും ആ എഡ്ജ് വരയ്ക്കേണ്ടതില്ല. ഇനി റീഡ് വൈക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ T2 ഒരു റൈറ്റ് വൈ എങ്കിലും വേണം. T2 റൈറ്റ് വൈ ഇല്ലാത്തതുകൊണ്ട് അതില്ല. ഇനി y ഈക്വൽ ടു y പ്ലസ് അത് നോക്കണ്ട. റൈറ്റ് വൈക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ T2 ഒരു റീഡ് വൈ അതിന് ശേഷം ഉണ്ടാവണം. അതില്ല, അത് കാരണം അവിടെയും കോൺഫ്ലിക്റ്റ് ഇല്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫില് ഒരു സൈക്കിളും ഇല്ല, കാരണം ആകെ ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ. അപ്പൊ സൈക്കിളൊന്നുമില്ല. സോ ഇത് സീരിയലൈസബിൾ ആണ്. ഇത് സീരിയലൈസബിൾ ആണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കാരണം ഇതൊരു സീരിയൽ ഷെഡ്യൂൾ ആണ്. സീരിയൽ എന്ന് പറഞ്ഞാൽ സീരിയലൈസബിൾ ആണ്. നമ്മൾ സീരിയലൈസബിലിറ്റി മെയിൻ ആയിട്ട് നോക്കുന്നത് നോൺ സീരിയൽ ഷെഡ്യൂൾ സീരിയലിന് ഈക്വലന്റ് ആണോ എന്ന് അറിയാനാണ് നോക്കണം. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി സീരിയലൈസബിൾ ആവും, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി ഇത് സീരിയലൈസബിൾ ആണ്. ഇനി അടുത്ത T2, T1 ഇതിന് നിങ്ങൾ ഗ്രാഫ് വരച്ചു നോക്കുക. ഞാൻ സ്റ്റെപ്പ് പറയുന്നില്ല, സ്വന്തമായിട്ട് വരച്ചു നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ കിട്ടിയോ? ഈ T2 T1ലേക്ക് എക്സ് വരാൻ കാരണം റീഡ് എക്സ് T2 കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് എക്സ് T1 വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് എക്സ് T2 കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് എക്സ് T1 വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എഡ്ജ് വന്നത്, വേറെ ഒന്നും കോൺഫ്ലിക്റ്റ് ഇല്ല. ഇനി അടുത്ത ഷെഡ്യൂൾ സി. അപ്പൊ ഇതും സീരിയലൈസബിൾ ആണ്. ഷെഡ്യൂൾ സി ഇവിടെ ആകുമ്പോൾ സെയിം 2 നോഡ് T1, T2. ഇനി നമ്മൾ T1 സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ റീഡ് എക്സ്. ഈ റീഡ് എക്സ് കഴിഞ്ഞ് ഏതെങ്കിലും റൈറ്റ് വരുന്നുണ്ടോ? റൈറ്റ് വരുന്നുണ്ട്. T2 റൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ T1 നിന്ന് T2ലേക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കുമ്പോൾ T2 റീഡ് എക്സ് കഴിഞ്ഞിട്ട് T1 റൈറ്റ് എക്സ് വരുന്നുണ്ടോ? നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ
ഏത് ഇൻസ്ട്രക്ഷൻ ആണ് നോക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സുകൾ നോക്കൂടൂ. അതിന് മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല നോക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ T2 റീഡ് എക്സ് കഴിഞ്ഞിട്ട് T1 റൈറ്റ് എക്സ് വരുന്നുണ്ട്. അതിന്റെ അർത്ഥം T2 നിന്ന് T1 കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ T1 നിന്ന് T2 കോൺഫ്ലിക്റ്റ് ഉണ്ട്, T2 നിന്ന് T1 കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ ഷെഡ്യൂൾ ഇനി കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നില്ല, കാരണം ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായ ഒരു സൈക്കിൾ ഉണ്ട്. T1 to T2, T2 to T1. ഇതൊരു സൈക്കിൾ ആണ്. സൈക്കിൾ ആണെങ്കിൽ നോൺ സീരിയലൈസബിൾ ആണ്. അപ്പൊ സൈക്കിൾ കണ്ടാൽ പിന്നെ പിന്നീട് ചെയ്തില്ലെങ്കിലും നമുക്ക് അറിയാം. പിന്നെ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി വീണ്ടും ചെയ്ത് നോക്കാം. Y വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോൺഫ്ലിക്റ്റുകളൊന്നുമില്ല. അപ്പൊ എക്സ് വെച്ച് മാത്രമേ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉള്ളൂ. അപ്പൊ സൈക്കിൾ ഉള്ളത് കൊണ്ട് ഈ ഷെഡ്യൂൾ നോട്ട് സീരിയലൈസബിൾ. ഓക്കെ, ഇനി അടുത്തത് ഷെഡ്യൂൾ ഡി. ഇവിടെ എങ്ങനെ വരും? T1 T2 രണ്ട് നോഡ് വരും. രണ്ട് ട്രാൻസാക്ഷൻ ആകുമ്പോൾ രണ്ട് നോഡ്, രണ്ട് വെർട്ടിസസ്. T1 റീഡ് കഴിഞ്ഞിട്ട് T2 റൈറ്റ്. അപ്പൊ T1 to T2 വരും എക്സില്. ഓക്കെ, T1 to T2 വരും. ഓക്കെ, ഇനി എന്താ? T1 റൈറ്റ് കഴിഞ്ഞിട്ട് T2 റൈറ്റ് ഉണ്ട്. അപ്പോഴും T1 to T2 തന്നെ സെയിം ആണ്. ഇനി T2 റീഡ് കഴിഞ്ഞിട്ട് T1 റൈറ്റ് ഉണ്ടോ? ഇല്ല, റൈറ്റ് ഉണ്ട്, ബട്ട് അത് Y ആണ്. Y നമുക്ക് കുഴപ്പമില്ല, നമ്മൾ എക്സിനാണ് ഇവിടെ രണ്ടും സെയിം ഐറ്റം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സും ഇത് Y ആകുമ്പോൾ ഡിഫറെന്റ് ഐറ്റം ആണ്, ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആണ്. കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ആയാൽ പോലും ഡിഫറെന്റ് ഐറ്റം ആണ്. ഈ റൈറ്റ് കഴിഞ്ഞ റൈറ്റും അതും ഡിഫറെന്റ് ഐറ്റം ആയതുകൊണ്ട് ബാധിക്കില്ല. അപ്പൊ ഇങ്ങനെ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്? സീരിയലൈസബിൾ ആണ്, കാരണം ഇവിടെ സൈക്കിൾ ഇല്ല. ദർ ഇസ് നോ സൈക്കിൾ. അപ്പൊ ഇതിനർത്ഥം ഇത് ഒരു സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണെന്നാണ്. സീരിയലൈസബിലിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമായി. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്നെങ്കിൽ ഈ ഗ്രാഫ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ഓരോ സീരിയൽ ഷെഡ്യൂളും ഇതിൽ ഏതിലെ ഓപ്പറേഷൻസ് ആയിട്ടാണ് ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോക്കണം. മെയിൻറ്റെയിൻ ചെയ്യണില്ലെങ്കിൽ നോൺ സീരിയലൈസബിൾ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സീരിയലൈസബിൾ, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നോൺ സീരിയലൈസബിൾ. അത് നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിൽ. ബട്ട് ഈ ഗ്രാഫ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഈ അൽഗോരിതം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എഴുതാം. ജസ്റ്റ് 4 സ്റ്റെപ്പ് ഉള്ളൂ. ഓക്കെ, എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് അൽഗോരിതം? ഈ ഷെഡ്യൂളിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടോ ആ ട്രാൻസാക്ഷനൊക്കെ ഓരോ വെർട്ടിസസ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എഡ്ജ് വരയ്ക്കേണ്ടതാണ് അടുത്ത സ്റ്റെപ്പ്. എഡ്ജ് വരയ്ക്കണമെങ്കിൽ ഓരോ പെയർ ഓഫ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിനും ഓരോ എഡ്ജ് വരയ്ക്കുക. അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഓപ്പറേഷൻ ട്രാൻസാക്ഷനിൽ നിന്ന് സെക്കൻഡ് ട്രാൻസാക്ഷനിലേക്ക്, ഫസ്റ്റ് ട്രാൻസാക്ഷൻ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഉദ്ദേശിച്ച് ഏതാണ് കോൺഫ്ലിക്റ്റിലെ ഓപ്പറേഷനിൽ ആദ്യം ഏതിലാണ് വരുന്നത് അതിൽ നിന്ന് രണ്ടാമത് വരുന്നതിലേക്ക്. ഇപ്പൊ T1 ഫസ്റ്റ് ഓപ്പറേഷൻ എങ്കിൽ T1 നിന്ന് T2ലേക്ക്, T2 ആദ്യം വരുന്നതെങ്കിൽ T2 നിന്ന് T1 അത് നോക്കിയിട്ട് വരയ്ക്കുക. അങ്ങനെ എല്ലാം വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ഉണ്ടോ നോക്കുക. സൈക്കിൾ ഉണ്ടെങ്കിൽ സീരിയലൈസബിൾ അല്ല, സൈക്കിൾ ഇല്ലെങ്കിൽ സീരിയലൈസബിൾ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജോ ഇമെയിലോ അയക്കുക. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഈ അൽഗോരിതം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ സ്ലൈഡും കൂടിയുള്ള വേറൊരു പ്ലാറ്റ്ഫോമിലാണ് ചെയ്തത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. അടുത്ത ക്ലാസ്സുകൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്താൻ നോക്കണം. ഇപ്പൊ ഈ വീഡിയോ റെക്കോർഡിംഗ് എല്ലാം എൻ്റെ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റേറ്റിലാണ്. പല ഇഷ്യൂസ് ഉണ്ടാവാം, എല്ലാവരും കോപ്പറേറ്റ് ചെയ്യാൻ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.